വയനാട് പെരിക്കലൂർ മരക്കടവിൽ വീണ്ടും പുലിയെ കണ്ടു. പുത്തമ്പുരയിൽ ബെന്നിയുടെ വീടിന് സമീപത്താണ് പുലിയെ കണ്ടത്. നേരത്തെ ഈ നായയെ പിടിച്ചിരുന്നു പുലി. ആ ദൃശ്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ഇപ്പോൾ കണ്ടില്ലേ, പുലി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോലുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വെയിറ്റ് ചെയ്യുന്ന പുലിയുടെ വിവരങ്ങൾ പറയും. പുലി എന്തോ ആലോചിച്ച് നിൽക്കുക. പറയൂ സുർജിത്ത്. പെരിക്കല്ലൂർ മരക്കടവിലാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. പുത്തൻപുരയിൽ ബെന്നിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ്, വീടിന് സമീപത്താണ് പുലി എത്തിയത്. പുലിയുടെ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ CCTVയിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ മേഖല വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. ഇത് 2ാം വാർഡാണ്, ഭൂതാനം എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നേരത്തെ പനച്ചുമറ്റത്തിൽ ജോയ് എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ ആട്ടിൻകൂട്ടിലേക്ക് പുലി എത്തുകയും 3 ആടുകളെയാണ് കൊന്നത്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായിരുന്നു. അദ്ദേഹം പൊട്ടിക്കരയുന്ന കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചതുമാണ്. അവിടെയുള്ള ക്ഷീരകർഷകരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. തുടർച്ചയായി പുലി സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ട്. ഈ പനച്ചുമറ്റത്തിൽ ജോയിയുടെ വീടിൻ്റെ സമീപത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ കൂട്ടിൽ പുലി കയറുന്നില്ല. ഇത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ പുലി നീങ്ങുകയാണ്. രാത്രിയിലാണ് പുലി ഇറങ്ങുന്നത്. മേഖല എന്ന് പറയുന്നത് തോട്ടവും വനവും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഭീതി ആളുകൾക്കിടയിലുള്ളത്. രാത്രി ആളുകൾ സഞ്ചരിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരവസ്ഥ കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വനപാലകർ ഈ പുലിയെ എത്രയും വേഗം പിടികൂടണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. SKN. താങ്ക് യു. എന്തായാലും ജാഗ്രത പാലിക്കുക. പുലി അവിടെ കണ്ട സ്ഥിതിക്ക് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല.